ഈ പാതിവില തട്ടിപ്പ് കേസിൽ കാസർഗോഡ് വീണ്ടും പരാതിയുണ്ട്. തട്ടിപ്പ് നടന്നത് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മറവിൽ. കാഞ്ഞങ്ങാട് നിന്നും നഷ്ടമായത് 41 ലക്ഷം രൂപ. പണം നിക്ഷേപിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെയും KN ആനന്ദകുമാറിനെയും വിശ്വസിച്ച്. സാരംഗ് വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗ്, വളരെ വലിയ വ്യാപ്തിയാണ് ഈ കേസിനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഇതിൽ? പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. കുമ്പടാചയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ കാഞ്ഞങ്ങാടും വലിയ തോതിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തട്ടിപ്പിനിരയായ രാമകൃഷ്ണൻ എന്ന വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ പെട്ടുപോകുന്നത്? 2023 മുതൽ തന്നെ അവർ കാസർഗോഡ് ജില്ലയിൽ തയ്യൽ മെഷീനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ നാട്ടുകാർക്കും കിട്ടണം എന്ന രീതിയിലാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. ഇതിനു മുമ്പൊക്കെ ഉള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊത്തം 538ഓളം തയ്യൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്, 12 സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്, 161 ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, 3 ലക്ഷം രൂപയുടെ ജൈവവളം കിട്ടിയിട്ടുണ്ട്, 132 പേർക്ക് 2000 രൂപയുടെ സ്കൂൾ കിറ്റുകൾ കിട്ടിയിട്ടുണ്ട്, വാട്ടർ പ്യൂരിഫയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശ്വാസ്യത കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാരാണ് ഈ നമ്മളടുത്ത് പിന്നീട് വന്നത്. ഇപ്പോൾ നമ്മൾക്ക് 39 സ്കൂട്ടിയും 67 ലാപ്ടോപ്പും കിട്ടാനുണ്ട്. ഏകദേശം 41 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട്. KN ആനന്ദകുമാറാണല്ലോ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം ഇത് ഡയലിസ്മാനാണ്, സത്യസായി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. അതൊക്കെയുള്ളൊരു അയാളുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ കുടിക്കിയത് കാര്യമായിട്ട്. പിന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പോലത്തെ ആൾ പാറ്റേണാണ്. പിന്നെ ഇത് നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പേ ഈ പരിപാടി നടക്കണല്ലോ. മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിയുണ്ട്, MP മാർ, MLA മാരൊക്കെയാണ് ഈ പരിപാടിയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ നമുക്ക് അതിനെക്കുറിച്ച് അവർ CSR ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ട് എന്ന് നമുക്കറിയാം കൃത്യമായിട്ട്. പക്ഷെ അത് അവർക്ക് കിട്ടുമോ കിട്ടിയിട്ടില്ലെന്നില്ല നമുക്കറിയില്ലോ. അതാണെന്ന് പറഞ്ഞു, അത് വിശ്വസിച്ചു അതിൻ്റെ കൂടെ വന്നു. ഇയാൾ അറസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് ഈ തട്ടിപ്പുമായിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയെന്നില്ല തോന്നലേ ഉണ്ടായിട്ടില്ല. അതുവരെ എല്ലാം ക്ലീൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണക്കാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലും സജീവമായത്. കാഞ്ഞങ്ങാട് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.